നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബി.ജെ.പി. ദേശീയ നേതൃത്വം സംഘടിപ്പിക്കുന്ന നൈപുണ്യ വികസന പരിപാടിയിൽ പങ്കെടുക്കാൻ കേരള സംഘം ഇന്ന് ദില്ലിയിലെത്തും. കേരളത്തിൽ നിന്ന് തിരുവനന്തപുരം മേയർ വി രാജേഷിന്റെ നേതൃത്വത്തിൽ 115 ബി.ജെ.പി. തദ്ദേശ പ്രതിനിധികളാണ് സംഘത്തിലുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് ദില്ലിയിൽ സംഘം എത്തും. അതിനുശേഷം 5 മണിക്ക് യുദ്ധസ്മാരകം സന്ദർശിക്കും. വൈകിട്ട് 6-ന് ബി.ജെ.പി. കേന്ദ്ര കമ്മിറ്റി ആസ്ഥാനത്ത് ദേശീയ അധ്യക്ഷൻ നിതിൻ നവീനൊപ്പം വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. നാളെയും മറ്റന്നാളുമായാണ് നൈപുണ്യ വികസന പരിപാടി. നാളെ വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിവിധ കേന്ദ്രമന്ത്രിമാരെയും കാണും. പാർലമെന്റും സന്ദർശിക്കും. തിങ്കളാഴ്ചയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ ബി.ജെ.പി. പ്രതിനിധികൾ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ദില്ലിയിലേക്ക് തിരിച്ചത്. തലസ്ഥാനത്ത് ചരിത്ര ജയമാണ് ബി.ജെ.പി. നേടിയത്. ഇതിനു പിന്നാലെയാണ് മേയറുടെയും സംഘത്തിന്റെയും ദില്ലി യാത്ര. കഴിഞ്ഞ മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ വികസന രൂപരേഖ നൽകിയിരുന്നു. അതിൽ തുടരാലോചനകൾക്കായി മേയർ വി രാജേഷ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. നഗരാസൂത്രണ ഗ്രാമ വികസന മന്ത്രിമാരുമായി ചർച്ചയുണ്ടാകും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരും വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ബി.ജെ.പി. അംഗങ്ങളുമാണ് യാത്രാ സംഘത്തിലുള്ളത്. കേരളത്തിനകത്തും സംസ്ഥാനത്തിന് പുറത്തുമായി വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് ബി.ജെ.പി. സംഘം ദില്ലിയിലെത്തുന്നത്. മേയറായി വി രാജേഷിനെ തീരുമാനിച്ച ശേഷം പല വിഷയങ്ങളും നേതൃത്വത്തോട് ഇഴഞ്ഞു നിൽക്കുന്ന ആർ ശ്രീലേഖ ദില്ലി യാത്രാ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നില്ല. അതിന് വിശദീകരണം ആർ ശ്രീലേഖ നൽകിയിരുന്നു. നീരസം കൊണ്ടല്ല, മറിച്ച് ദില്ലി യാത്ര ഉപേക്ഷിച്ചതിന് പിന്നിൽ വ്യക്തിപരമായ കാരണങ്ങൾ ആണ് എന്നായിരുന്നു ആർ ശ്രീലേഖ സമൂഹ മാധ്യമ വീഡിയോയിൽ വ്യക്തമാക്കിയത്. എന്തായാലും പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഡൽഹിക്ക് പോകുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി രാജേഷിനും കൗൺസിലർമാർക്ക് റെയിൽവേ സ്റ്റേഷനിൽ വലിയ രീതിയിലുള്ള സ്വീകരണമൊക്കെ നൽകിയിരുന്നു. ആ സ്വീകരണത്തിനിടെ ചില സംഭവ വികാസങ്ങൾ ഉണ്ടായി. കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞതാണ്. സ്വീകരണത്തിനിടെ ട്രെയിൻ നീങ്ങി തുടങ്ങിയത് പരിഭ്രാന്തി പടർത്തിയിരുന്നു. വി രാജേഷ് ട്രെയിനിലേക്ക് ഓടിക്കയറുകയും ചില കൗൺസിലർമാർക്ക് തിരക്കിനിടെ കയറാനായില്ല. ഒടുവിൽ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ട്രെയിൻ നിർത്തി കൗൺസിലർമാർ കയറ്റിയ ശേഷമായിരുന്നു യാത്ര തുടർന്നത്. ബി.ജെ.പി. നേതാവ് സന്ദീപ് വചസ്പതിയുടെ നേതൃത്വത്തിൽ മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിൽ ആരതി ഒഴിഞ്ഞായിരുന്നു സ്വീകരണം. പ്രവർത്തകർ തിക്കും തിരക്കും കൂട്ടുന്നതിനിടെ നീങ്ങി തുടങ്ങിയ ട്രെയിനിൽ കയറാനാകാതെ ജനപ്രതിനിധികൾ കുടുങ്ങുകയായിരുന്നു. മേയർ വി രാജേഷ് ഒരു വിധത്തിൽ ട്രെയിനിൽ ഓടിക്കയറി. ചില പ്രതിനിധികൾക്ക് ട്രെയിനിൽ കയറാനായില്ല. പിന്നീട് ട്രെയിൻ നിർത്തിയതോടെ എല്ലാവരും ട്രെയിനിൽ കയറി യാത്ര തുടർന്നു. നഗരസഭയിലെ 50 ബി.ജെ.പി. കൗൺസിലർമാരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ചയ്ക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ടത്. കേരള എക്സ്പ്രസിലാണ് യാത്ര. ബി.ജെ.പിക്ക് പിന്തുണ നൽകുന്ന നഗരാസൂത്രണ സ്ഥിര സമിതി ചെയർമാൻ പാറ്റൂർ രാധാകൃഷ്ണൻ യാത്രയിൽ ഉണ്ടായിരുന്നില്ല. വിവിധ റെയിൽവേ സ്റ്റേഷനിൽ കൗൺസിലർമാർക്ക് സ്വീകരണം നൽകി കഴിഞ്ഞു. എന്തായാലും ഇനി പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി തയ്യാറെടുക്കുകയാണ്. കേന്ദ്രമന്ത്രിമാരായ മനോഹർ ലാൽ ഖട്ടർ, നിതിൻ ഗഡ്കരി, ജോർജ് കുര്യൻ തുടങ്ങിയവരെയും സന്ദർശിക്കും. ഗണഗീതങ്ങളും ഭക്തിഗാനങ്ങളും പോറ്റിയെ കയറ്റിയ പാരഡി ഗാനവും ഒക്കെ പാടി ഉത്സവ മൂഡിലായിരുന്നു ബി.ജെ.പി. സംഘത്തിന്റെ യാത്ര. എന്തായാലും അവരുടെ യാത്ര തുടരുകയാണ്. അതേസമയം നമുക്കറിയാം, ഈ ബി.ജെ.പി. തിരുവനന്തപുരത്ത് നേടിയത് ആധികാരിക ജയമായിരുന്നു, ചരിത്ര വിജയമായിരുന്നു നേടിയത്. അതിനുശേഷം ഈ ബി.ജെ.പി. കോർപ്പറേഷൻ വന്നതിന് ശേഷം ദിവസങ്ങൾക്കുള്ളിൽ പ്രധാനമന്ത്രിയെ തിരുവനന്തപുരത്ത് കൊണ്ടുവരുമെന്ന ഒരു വാക്ക് അത് പാലിക്കുന്ന സാഹചര്യമുണ്ടായി. പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. മേയർ ആ കാര്യത്തിൽ വാക്കു പാലിച്ചിരുന്നു. എന്തായാലും അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ അന്നത്തെ ആ ദൃശ്യങ്ങൾ, അദ്ദേഹം തിരുവനന്തപുരത്തെ അനന്തപുരിയെ സ്നേഹം കൊണ്ട് വാരിക്കോരിയതും അതുപോലെ തന്നെ അത്തരത്തിൽ അന്ന് നടന്ന പരിപാടിയുടെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി ഒന്ന് പോവുകയാണ്. ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് കാണാം. ജനങ്ങളുടെ മുഴുവൻ